പതിവായി ഞാൻ അവളെ കാണാൻ പോകാറുണ്ട്, 18 തെറ്റാതെ ഞാൻ കാണാറുണ്ട്. പല നാളായി ഉള്ളിലൊതുക്കിയ നോവാണെൻ്റെ, പറയാതിന് വയ്യ നെഞ്ചിൽ തീയാണെൻ്റെ. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തിനാണ് ഇങ്ങനെ വീഡിയോ എടുത്തത് പാട്ട് പാടണേന്ന്. നിങ്ങളെന്ന് പറഞ്ഞാൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുമ്പോൾ 38 പേര് വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തിനാണ് ഇപ്പോൾ ഇവിടെ നിന്ന് പാട്ട് പറഞ്ഞത്. കാരണമുണ്ട്. ബിക്കോസ് ഞങ്ങളിപ്പോൾ സിനിമക്ക് പോകും. നിങ്ങൾ വിചാരിക്കും ബോയ് ഫ്രണ്ടായിട്ടാണ്. അല്ല, ഞാനും എൻ്റെ രണ്ട് ഫ്രണ്ട്സും ആൻമരിയ, നിബു ദേവസിയും പിന്നെ സന്ധ്യ രാമണന ഞങ്ങൾ 3 പേരും കൂടി റിലീസ് പ്രേമം കാണാൻ പോവുകയാണ്. വിനിത എടപ്പിള്ളി. സോ സ്റ്റേ ട്യൂൺ. ആൻഡ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ റിലീസ് കാണാൻ പോകുന്നത്. അപ്പം അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് സ്പീക്ക്. ആൻഡ് ഇപ്പോൾ വലിയ അധികം ആൾക്കാരൊന്നും ഷോ ബുക്ക് ചെയ്തിട്ടില്ല അവിടെ. കാണാം. ഇപ്പോൾ പ്രകമ്പനം കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബുക്ക് മൈ ഷോ എടുത്തത്. പക്ഷെ അപ്പോഴേക്കും ദേടാ അവിടെ കിടക്കണ് ഇത് നമ്മുടെ പ്രേമം. വെറുതെ വിടോ. എനിക്ക് മറ്റേ രാവണപ്രഭുവൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കാണാൻ പോകണമെന്ന്. പക്ഷെ പോയില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ പോവാ. 3:30 ഷോയാണ്. ഇപ്പോൾ സമയം ഏകദേശം 2:26. ഞാനിപ്പോൾ 1 മണിക്കൊന്നും എണീറ്റത്. ഞാൻ ഹോർലിക്സ് ഇട്ട് പാല് കുച്ചിട്ട് ഞാൻ പോണ വഴിക്ക് കാണിച്ചു തരാം. ബൈ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ സിനിമ കാണാൻ ഇറങ്ങി. ഇത് സന്ധ്യ മമ്മി, ഇത് എന്തിനാണ് നിബു ദേവസി മമ്മി. നിന്റെ തന്തയുടെ പേരെന്താ? ലക്ഷ്മണൻ. ഞാൻ എൻ്റെ വ്യൂവേഴ്സ് ലക്ഷ്മണൻ രാവണൻ അങ്ങനെ ഗൈസ്. അപ്പം നമ്മൾ ഇറങ്ങിയിരിക്കുക. ഞങ്ങൾ വ്ളോഗിൽ നമ്മളുടെ കാശൊക്കെ കിട്ടുമ്പോൾ തരും. അപ്പം നല്ലോണം അഭിനയിച്ചോളാം. അപ്പം ഇപ്പം തന്നെ നമ്മുടെ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഗൈസ് ബൈ. കാണാം. അങ്ങനെ ഞങ്ങൾ കാശ് കിട്ടുമ്പോ തരായിട്ട് നിനക്കൊക്കെ വെറുതെ അല്ല, ചുമ്മാ സിഗ്നൽ. ഓക്കെ സോറി. അങ്ങനെ നമ്മളിപ്പോൾ ഊബറിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ മേ ബി എത്തത്തില്ലായിരിക്കും കുറച്ച് ടൈമിൽ. ചത്ത പോലിരിക്കല്ലേ. ചിരിച്ചോളാം. സമയം നമ്മളങ്ങനെ വലുതായ രീതിയിലെത്തി. ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ സിനിമ കണ്ടു കഴിഞ്ഞിറങ്ങി. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യമായിട്ട് കാണുന്നുണ്ട്. നല്ല സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് എക്സ്പീരിയൻസ്. നീ ഫസ്റ്റ് ആയിട്ടല്ലേ റിലീസിന് പോകുന്നത്? നീയും റിലീസിന് ആദ്യമായിട്ടല്ല പോകണം? ഞാൻ ആദ്യമായിട്ടാണ് റിലീസ്. ഞങ്ങളൊരു 3 പേര് ഫസ്റ്റ് ടൈമാണ് റിലീസ് കാണുന്നത്. അന്നാണോ പറ്റിയില്ലേ? ഇല്ല, ഞാൻ പ്രേമം ഉണ്ടാക്കിയിട്ടുണ്ടല്ലാണ്. അപ്പം ഞങ്ങള് നീയും തിയേറ്ററിൽ കണ്ടിട്ടില്ലേ? ഇവിടെ തിയേറ്ററിൽ തന്നെ. അപ്പം ഞാൻ മാത്രം തിയേറ്ററിൽ കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ ഫാമിലി ആയിട്ട് പോയി കണ്ടു. അങ്ങനെ ഞങ്ങളിപ്പോൾ തിരിച്ചു പോകുന്നതാണ്. ബൈ. ഗൈസ്, അങ്ങനെ നമ്മൾ ലുലു മാളിലാണ്. ലുലു മാളിൽ ഈ വഴി പോയപ്പോൾ കയറിയതാണ്. അപ്പോഴാണ് ഇവിടെ സന്ധ്യ ജോലി ചെയ്ത ഫോട്ടോ ബൂത്ത് എന്ന് പറഞ്ഞ സ്ഥലം കാണിച്ചു തരാൻ തന്നെ കൊണ്ടുവന്നതാണ്. കുറേ ചെക്കന്മാരായിട്ട് ഒരു കമ്പനി ഉണ്ട്. നിങ്ങളോട് കേട്ടോ, എന്നോട് തന്നെ പറഞ്ഞത്.
എവിടാ ഒരാളത് മറ്റേ ഭയങ്കര മേക്കപ്പ് ഒന്നും അറിയണില്ല. ഏതാടിക്കാൻ നോക്കുന്നുണ്ട്. പിന്നല്ല രണ്ടീ സ്ഥലമാണ് കാണിച്ചു കൊടുത്തത്. ഓ സോറി എടി, ഇൻസൾട്ട് ചെയ്തോളാം. അപ്പം നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് ഇറങ്ങി പുറത്തേക്ക് പോകും. ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോഴല്ല കുറേ പേര് ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ മാറി പോകത്തില്ലേ. എനിക്ക് തോന്നണേ ഒന്നില്ലെങ്കിൽ മറ്റേ വീട്ടുകാരറിയാണ്ട് കറങ്ങാൻ പറ്റുന്ന കപ്പിൾസ്, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് അറിയാതെ പോലെ അവിധങ്ങൾ, അതിലാരെങ്കിലൊക്കെ എനിക്ക് മാറിപ്പോണത്. അല്ല ഷിംജിത കേസിൽ എന്നിട്ട് പേടിച്ചിട്ട് എക്സിറ്റ് അല്ലേ? ആ ഇറങ്ങണ്ടേ? ആ ഗെയിംസിൽ പിന്നെ ഈ സൈഡിൽ പിന്നെ വന്ന് എനിക്കറിയില്ല. എവിടെ എന്നാലും ഉള്ളവർക്ക് ഉള്ളത് പോലെ കാണിക്കും. ഗൈസ് അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നു. ഞങ്ങളിപ്പോൾ എവിടെയാണ് നമ്മളുള്ളത്? നമ്മളിപ്പോൾ എവിടെയാ? ലുലുമാൾ എവിടെയാ? ലുലുമാളാണ് നമ്മളെല്ലാവരോടും പറഞ്ഞു തരുന്നത്. അപ്പം നമ്മളിപ്പോൾ ഇതൊരു ഷോപ്പിൽ ഫ്രണ്ടിലുണ്ട്. ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ ലുലുമാളയിൽ ഫുഡ് കഴിക്കാൻ വന്നിരുന്നു. ഞാനൊരു ചിക്കൻ ദം ബിരിയാണി, തലശ്ശേരി ദം ബിരിയാണി. ലൈറ്റല്ലല്ലോ കത്തുന്നത്, ബീഫ് അടിക്കത്തില്ലേ? ബീഫാണ്. നീ എന്താ പറയുന്നത്? ഞാൻ ചിക്കൻ ചിക്കൻ കോംബോ. നീ എന്താ പറഞ്ഞേക്കുന്നത്? കറക്റ്റാണോ? വെജ് കൊത്തു പൊറോട്ട. വെജ് കൊത്തു പൊറോട്ട. അപ്പം ഞങ്ങൾ സാപ്പിടാൻ പോണേ. കുറേ നേരം നടന്ന് ക്ഷീണിച്ച് ഞങ്ങളാണെങ്കിൽ കുറേ നേരം കുറച്ച് ആൾക്കാർ ഫോളോ ചെയ്യണത്. എന്നെ വേറെ കുറച്ച് ആൾക്കാർ, ഇവിടെ വേറെ കുറച്ച് ആൾക്കാർ. സൗന്ദര്യം ഒരു ശാപമാണ് ഗായ്സ്. എന്നും പക്ഷെ അവിടെ തന്നെ ഉണ്ട് അമ്മമാർ. ഓടി അവർ ഇങ്ങോട്ടേക്കാണ് നോക്കണം. ഞാനെല്ലാം ഇങ്ങോട്ട് നോക്കണം. പ്രായമുള്ള ആൾക്കാരാണ്, പക്ഷെ അവർ ഇങ്ങോട്ടേക്കാണ് നോക്കണത്. ഞാൻ പക്ഷെ വേറെ ആരും നോക്കുന്നൊന്നുമില്ല. ബിക്കോസ് എനിക്ക് അതിനുള്ള ടൈമില്ല, ആഗ്രഹമില്ല. പക്ഷെ ഇവിടെ ഭയങ്കര കോഴിയാണ് കേസ്. ഇവിടെ ഭയങ്കര കോഴിയാണ്. ഇത് അനന്ത് കാണുന്നത് കേട്ടോ. നമ്മളുടെ ഫുഡ് കിട്ടി. ചിക്കൻ തലശ്ശേരി ദം ബിരിയാണി, സദ്യയുടെ ചിക്കൻ ബർഗർ കോംബോ. അതൊക്കെ കട്ടിയതാണ്. പക്ഷെ ഇവിടെ മൂഞ്ചിരിക്കുന്നുണ്ട്. വെജ് ഓർഡർ ചെയ്തതാണ്. അതുകൊണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവാൻ വേണ്ടിയിട്ട് വെജ് കൊത്തു പൊറോട്ടയൊക്കെ ഓർഡർ ചെയ്തതാണ്. പക്ഷേ 10 പൈസയുടെ ഇത് കൊള്ളത്തില്ലെന്നാണ് പറയണേ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. നമ്മൾ വായി നോക്കിയൊക്കെ അവിടെ വന്നിട്ട് ഇപ്പോൾ ഇവിടെ ലുലുമാളം വെടിയെ കിടക്കുന്നുണ്ട്. അവിടെ ഇടിയെ കിടക്കേണ്ട ആൾക്കാരൊക്കെ കൂടുന്നുണ്ട്. 3 ചെക്കന്മാരെ വരാൻ റെഡി. അറിയത്തില്ല. അല്ല ഇതല്ല ഈ ചേട്ടൻ മറ്റേ വീഡിയോ എടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു അതല്ല, ഇത് യൂട്യൂബ് വീഡിയോ ആണെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് സ്റ്റേറ്റ് ഞാൻ ഐഡിയ കാണണം. എന്താണെന്ന് പറയാം. ഞങ്ങളങ്ങനെ ലുലുമാളിൽ നിന്ന് ഇറങ്ങി കുറച്ച് റിട്ടേൺ ടു ഹോസ്റ്റൽ. ഇടിയൊന്നും ആയില്ല. ഇടി ഗുമ്മുണ്ടായിരുന്നില്ല, പൊട്ട ഇടിയായിരുന്നു. ഇവളാണെങ്കിൽ കൈയിട്ടേനെ ഉരച്ചോണ്ട് എങ്ങനെ ഉരച്ചത്? അവളങ്ങനെ ഇട്ട് ഉരച്ച് അവളുടെ തൊലി പോയി എന്നല്ലാതെ ഇടി മുറുകിയില്ല. അടുത്ത ആൾക്കാരൊക്കെ ഒന്ന് പിടിച്ചിട്ട് പോയി. കുറേ സമയം അവിടെ കളഞ്ഞു എന്നല്ലാതെ ഒന്നും ആയില്ല.
ഓക്കെ ഗൈസ്, പിന്നെ കാണാം. ഈ മെട്രോ കയറാൻ പോവാണ്. ബൈ 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 ഗൈസ്. അപ്പം ഞങ്ങൾ മെട്രോ കയറാൻ പോയ ടിക്കറ്റൊക്കെ എടുത്തു. ഇവർ ഇപ്പം എക്സൈറ്റഡ് ആണ്. എൻ്റെ റീൽ ഇറങ്ങണേന്ന് നോക്കി എക്സൈറ്റഡ് ആണ്. തുടച്ചേക്കാം. അങ്ങനെ ഞങ്ങൾ നടക്കണയാണ്. വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്നത് ഒരു 2-3 ഡേയ്സ് മാക്സിമം. എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിയണമല്ലോ. സോ ദാറ്റ്സ് ഇറ്റ്. ടെർമിനൽ 2 തൃപ്പൂണിത്തുറ ഭാഗത്തേക്ക്. ഗൈസ് ബൈ. ഗൈസ്, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. ഞാൻ ആരോ ഭാഗത്തേക്കാണ്. ഞാൻ ആലോ ഭാഗത്തേക്ക് ഭാഗത്തേക്ക് പോവാം. എനിക്ക് എപ്പോഴും തെറ്റിപ്പോവും ഈ കാര്യത്തിൽ. എനിക്കെപ്പോഴും തെറ്റിപ്പോവാറുണ്ട്. അൺസബ്സ്ക്രൈബ് ചെയ്യരുത് ഗൈസ്. തന്നെ സബ്സ്ക്രൈബേഴ്സ് എനിക്കിപ്പോൾ 38 ഉണ്ട്. 38 ഫാമിലി. എന്നാലും 38 മില്യൺ ആവണ വരെ ഞാൻ ഈ റീൽസ് വീഡിയോ ഇട്ടുണ്ട്. സെലിബ്രിറ്റീസിനൊക്കെ വീഡിയോയിൽ കൊണ്ടുവരും. അപ്പം നിങ്ങൾക്ക് അവിടെപ്പോഴത്തെ ഇതിലൊക്കെ സെലിബ്രേറ്റ് ആണെന്നാ പറയണത്. സെൽഫ്ലി സെലിബ്രേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. എന്നാലും നമ്മൾ 38 മില്യൺ ആവണ വരെ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടേയിരിക്കും. എല്ലാം കഴിഞ്ഞ് നമ്മൾ ബിസ്മിയിൽ വന്നേക്കുന്നത് തെണ്ടി തിരിയാൻ വേണ്ടിയിട്ട്. ഇനി ഇവിടെ നിന്ന് കുറച്ച് നേരം അങ്ങനെ നടക്കണം. ഇവരൊക്കെ വെറുപ്പിക്കണം. അതാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം. സന്ധ്യ അപ്പുറത്തേക്ക് ലിക്വിഡ് എടുക്കാൻ പോയിട്ടുണ്ട്. വലിയ ലിക്വിഡ് എടുത്തോണ്ട് ഞങ്ങളിന് എത്ര രൂപ ഇത്? ലിക്വിഡ് അല്ലല്ലോ, സർഫെക്സല്ല. സൺലൈറ്റിൻ്റെ ലിക്വിഡാണ് ഇത്. ഏതാണിത്? വെള്ളം എന്തെങ്കിലും കുടിക്കണം. തലശ്ശേരി ബിരിയാണി എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല. നിന്റെ വെജ് കൊത്തു പൊറോട്ട ഇറങ്ങിയാടി. അത് ആദ്യമായി പോയെന്നാണ് പറയുന്നത്. ബിക്കോസ് ഭയങ്കര ടേസ്റ്റായിരുന്നു. അത് സമ്മയ ടേസ്റ്റായിരുന്നു. പിന്നെ കാണാം. നമുക്കൊരു ജ്യൂസ് എന്തെങ്കിലും എടുക്കാം. ജ്യൂസ് കുമ്പട്ടിങ്ങ ജ്യൂസ്. മമ്മൂട്ടിക്ക് ഇഷ്ടപ്പെട്ട കുമ്പട്ടിങ്ങ ജ്യൂസ്. വെള്ളം കൊടുക്കണോ? വെള്ളം കൊടുക്കണം. കടന ഓടിക്കും. ചെറിയ ഇതുപോലെ ഓക്കെ. സാധനങ്ങളൊക്കെ എടുത്ത് മറിച്ചിടണം നമ്മൾ. മിൽക്കിൻ്റെ കുടിക്കാൻ തോന്നുന്നു, പക്ഷെ എനിക്ക് വേണ്ട. എന്താണ്? ബൈ ഗൈസ്, ബൈ ഫ്രണ്ട്സ്. അങ്ങനെ ഞങ്ങൾ തെണ്ടിത്തിരിഞ്ഞ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ഹോസ്റ്റൽ വൈറ്റിലയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. എല്ലാവരും അറിയണം. എല്ലാവരും നല്ലൊരു ഹോസ്റ്റലാണ്. ഹോംലി അറ്റ്മോസ്ഫിയർ ആണ്. നെക്സ്റ്റ് ഹോസ്റ്റൽ വൈറ്റില. അവിടെ ഒരു ചേട്ടനും ചേച്ചിയും നടത്തുകയാണ്. വലിയ ഗുണമൊന്നുമില്ല അവർ, എന്നാലും കുഴപ്പമില്ല. അങ്ങനെയാണ് ഗൈസ്. ഭയങ്കര പാവണം. ചെറിയ ചേട്ടനും ചെറിയ ചേച്ചിയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് കൂടെ തീരുകയാണ്. എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്രേ ഉള്ളൂ. സപ്പോർട്ട് ചെയ്യാം. എപ്പോഴും വീഡിയോ ഇടുമ്പോൾ കാണുക. 3-4 മാസം കൂടുമ്പോൾ ആണ് ഇടണത്. കാണുക. ഓക്കെ ഗൈസ്, ബൈ, ലവ് യു.